നമസ്കാരം. UDF-നും LDF-നും തീ പാറുന്ന ഒരു ജീവൻ മരണ പോരാട്ടമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അതിന് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയാൽ തങ്ങൾക്കടുത്ത 9 മാസത്തിന് ശേഷം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിക്കാം എന്ന് UDF കരുതുന്നു. ഇനി വിജയം LDF-നൊപ്പമാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് മറുപടി നൽകിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വിജയിച്ച് കയറാം എന്ന് LDF-ഉം കരുതുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇരു മുന്നണികൾക്കും വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. പ്രൈം വിറ്റ്നസിന് വേണ്ടി ഞാൻ മണ്ഡലത്തിലെ വിവിധ ആളുകളുമായി സംസാരിക്കുന്നതിനും അവരുടെ വോട്ടിംഗ് കാഴ്ചപ്പാട് മനസ്സിലാക്കുന്നതിനും പരിശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നടന്ന ഏതാണ്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ്. അവിടെ 7 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിലെ ഒരു നിയമസഭാ മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത്. ഇത് മലപ്പുറം ജില്ലയിലാണ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ മണ്ഡലത്തിലെ 16 മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ചാൽ അതിൽ 3 എണ്ണത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന, അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം മറ്റുള്ള സീറ്റുകളൊക്കെ ലീഗിനാണ് നൽകിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധേയമാകുന്ന ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ 1967 മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ ഭൂരിഭാഗം സമയങ്ങളിലും അവിടെ വിജയിച്ചു കയറിയത് കോൺഗ്രസ് ആണ്, അഥവാ UDF ആണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. 1967 കുഞ്ഞാലി വിജയിച്ചു. പിന്നീട് MP ഗംഗാധരനും ആര്യാടൻ മുഹമ്മദും ഒക്കെ മണ്ഡലം പിടിച്ചു. ഹരിദാസും ഒക്കെ മണ്ഡലം പിടിച്ചു. 1982 TK ഹംസ മണ്ഡലം പിടിക്കുന്നതോടുകൂടിയാണ് അവിടെ വീണ്ടും ഒരു LDF-ന്റെ വരവ് എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വീണ്ടും തുടർച്ചയായ ഒരു തേരോട്ടമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. ഏതാണ്ട് 1987 മുതൽ തുടർച്ചയായി ഇങ്ങോട്ട് ആര്യാടൻ മുഹമ്മദ് ഏതാണ്ട് 2011 വരെ വിജയിച്ച് കയറിയ ഒരു മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം. 2016-ലും 2021-ലും LDF-ൽ നിന്ന് അൻവർ വിജയിച്ച് കയറിയതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം പരിശോധിച്ചാൽ ഈ മണ്ഡലം പൊതുവെ UDF അനുകൂല മണ്ഡലമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയവും വേണ്ട. അത് മാത്രമല്ല, ഈ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി LDF-ൽ നിന്ന് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ മുസ്ലിം വിഭാഗങ്ങളിലുള്ള സ്ഥാനാർത്ഥി ആയിരുന്നു എന്നുള്ള കാര്യം കൂടി മറന്നു പോകരുത്. അത് CPM-ൽ വിജയിച്ച കുഞ്ഞാലിയുടെ കാര്യമായാലും പിന്നീട് വിജയിച്ച TK ഹംസ ആയാലും ഇവരെല്ലാം ഇടതുപക്ഷത്തിൽ നിൽക്കെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായി മത്സരിച്ചവരാണ്. അൻവറിന്റെ കാര്യത്തിലും അത് വ്യത്യസ്തമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പ്രത്യേകം പറഞ്ഞത്. ഇനി നമുക്ക് മണ്ഡലത്തിൽ ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം, അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതുചിത്രം, അതുപോലെ തന്നെ ആർക്കായിരിക്കും മുൻതൂക്കം ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. ഈ മണ്ഡലത്തിന്റെ ചരിത്രം ഇങ്ങനെയായിരിക്കെ ഈ മണ്ഡലത്തിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആരാണോ ഇവിടെ വിജയിക്കുക അവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെ വലിയ ഒരു ഉത്തേജക ശക്തിയായി മാറും എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രതീക്ഷയോടെയാണ് ചുറുചുറുക്കുള്ള സ്വരാജിനെ LDF മണ്ഡലം പിടിക്കാനായി നിയോഗിച്ചിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് ആകട്ടെ അഥവാ UDF ആകട്ടെ തങ്ങളുടെ ഇക്കാലത്തെയും മികച്ച ഒരു മോഡറേറ്റ് മുസ്ലിം എന്ന് വിളിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു ലിബറൽ മുസ്ലിം എന്ന് വിളിക്കാവുന്ന ആര്യാടൻ മുഹമ്മദിലൂടെ മണ്ഡലം വളരെക്കാലം നിലനിർത്തിയ UDF അദ്ദേഹത്തിന്റെ മകനായ ആര്യാടൻ ഷൗക്കത്തിലൂടെ ആ മണ്ഡലം നിലനിർത്താനാണ് ഇപ്പോൾ പരിശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ തീപാറുന്ന മത്സരമാണ്. അതിനേക്കാളൊക്കെ ഈ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത് സ്വതന്ത്രനായി അൻവർ മത്സരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 തവണയും LDF കൂടാരത്തിലേക്ക് വിജയം പറിച്ചു കൊണ്ടുപോയ അൻവർ പിണറായിസത്തെയും മരുമോനിസത്തെയും എന്നൊക്കെ പറഞ്ഞ് ശക്തമായി വിമർശിച്ചുകൊണ്ട് മണ്ഡലം പിടിക്കുവാൻ നടത്തുന്ന തേരോട്ടമാണ്. അദ്ദേഹത്തിന് UDF-ലേക്ക് എത്താനും കഴിഞ്ഞില്ല. എന്നാൽ LDF-നെ ശക്തമായി പ്രതിരോധിക്കേണ്ടുന്ന ആവശ്യത്തിലുമാണ് അദ്ദേഹം നിലനിൽക്കുന്നത്. DMK-യിൽ ചേരാൻ പോയി, അവിടെ നിലനിൽപ്പ് കിട്ടിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല. അവിടെ നിന്ന് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ വന്നു, ഇപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാണ്. സാധാരണ നമുക്കറിയാം, മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളൊക്കെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകളും വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ ആയിരിക്കണമെങ്കിൽ ഈ മണ്ഡലത്തിൽ നമുക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തുടക്കത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ മറ്റു തരത്തിൽ മുങ്ങിപ്പോയി എന്നുള്ളതാണ്.
നെഗറ്റീവ് പ്രചരണമായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. മണ്ഡലത്തിന്റെ വികസനവും മണ്ഡലം എങ്ങനെയായിരിക്കണം എന്നതിന് ചർച്ച ചെയ്യുന്നതിന് പകരം അവിടെ പിണറായിസവും അഴിമതിയും വർഗീയപരമായിട്ടുള്ള ആരോപണങ്ങളും ഇങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങളിൽ ഈ മണ്ഡലം മുങ്ങിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിലും മണ്ഡലം എങ്ങനെയും തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നേറുന്നത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. വി ഡി സതീശൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു, വിജയിക്കുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എല്ലാവർക്കും UDF-ന് അവകാശപ്പെട്ടതാണ്. എന്നാൽ പരാജയപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം തനിക്കാണ് എന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി. കാരണം അൻവറിന്റെ UDF പ്രവേശനം തടഞ്ഞതിൽ വി ഡി സതീശന് ഒരു മുഖ്യ പങ്കുണ്ട് എന്ന് അൻവറിനുൾപ്പെടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ജീവൻ മരണ പോരാട്ടം നയിക്കുന്ന വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളത് ശ്രദ്ധേയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗുമായുള്ള സഖ്യം എത്രത്തോളം മുസ്ലിം ലീഗിന് ശക്തമായ UDF-നെ പിന്തുണയ്ക്കാനാകും, സംഭാവന നൽകാനാകും എന്നതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. പൂർണ്ണമായും ഒരുമിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് UDF ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. 2-3 കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാകുന്നു. ഒന്ന്, ഇത് തെരഞ്ഞെടുപ്പ് നിലവിലുള്ള സർക്കാരിന്റെ ഒരു ജനഹിത പരിശോധനയായി മാറുമോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും എല്ലാവരും അംഗീകരിക്കുന്നു, ഇനി കേവലം 9 മാസം മാത്രം ശേഷിക്കെ തെരഞ്ഞെടുപ്പിന് ഇതൊരു ജനഹിത പരിശോധനയായി മാറും പിണറായി സർക്കാരിന്റെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. രണ്ടാമത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വോട്ടുകളൊക്കെ UDF-ന് നിലനിർത്തി കൊണ്ടുപോകാനാകുമോ, അല്ലെങ്കിൽ LDF-നെതിരായ വോട്ട് എത്രത്തോളം UDF-ന് ഒറ്റക്കെട്ടായി മൊബിലൈസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതും ഒരു പരീക്ഷണമാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വ്യക്തികൾ രാഷ്ട്രീയത്തിൽ എന്തുമാത്രം സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുമെന്നതും അൻവറിന്റെ സ്വാധീനം, വ്യക്തി സ്വാധീനം വഴി ഈ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം നേട്ടം ഉയർത്തിക്കൊണ്ടു പോകാനാകും എന്നതും ശ്രദ്ധേയമായി മാറാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാണ്. ഇനി മണ്ഡലത്തിലെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ജനങ്ങളിൽ നിന്ന് കിട്ടിയത് എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. എനിക്ക് തോന്നുന്നത്, ഈ മണ്ഡലത്തിൽ എല്ലാവരും ഒരുപോലെ, ഞാൻ കണ്ട പലരും സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവരുടെ മനസ്സിൽ ശ്രദ്ധേയമായി തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഒന്ന്, ഈ മണ്ഡലത്തിൽ പൊതുവെ ഒരു ആന്റി ഇൻകംബൻസി പ്രകടമായിരിക്കുന്നു എന്നുള്ളതാണ്. ഭരിക്കപ്പെടുന്ന പിണറായി സർക്കാരിനെതിരെ ഉള്ള ഒരു വിരുദ്ധ തരംഗം അതിനെതിരെ ഉണ്ട്, പിണറായി സർക്കാരിനെതിരെ ഉണ്ട് എന്നുള്ള ശക്തമായ ഒരു ഹിന്റ് നമുക്ക് ഈ മണ്ഡലങ്ങളിൽ പലപ്പോഴും ആളുകളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജിന്റെ കാര്യം കഷ്ടത്തിലാണ് ഇക്കാരണം കൊണ്ട് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, എണ്ണയിട്ട യന്ത്രം പോലെ UDF-ഉം അതിൻ്റെ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. വർഗീയപരമായ ആരോപണങ്ങളൊക്കെ ഇതിനോടകം തന്നെ LDF ശക്തമായി ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയൊക്കെ UDF-ന് കിട്ടുന്നുണ്ട് എന്നും വർഗീയപരമായ കൂട്ടുകെട്ടുകൾക്കാണ് അവർ പോരുന്നെന്നുമുള്ള ശക്തമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും അതൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഓരോ നിമിഷവും വോട്ടാക്കി മാറ്റുന്നതിനാണ് UDF പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് LDF ഉയർത്തിയ ഈ വർഗീയ ആരോപണങ്ങളെ എത്രത്തോളം ആളുകൾ സ്വീകരിക്കുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, തീവ്ര നിലപാടുകളുള്ള ചില മതവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ളവരുടെ വോട്ടുകൾ വാങ്ങിയാണ് പലപ്പോഴും അൻവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു കയറിയതെന്നുള്ള ആരോപണം പലപ്പോഴും ശ്രദ്ധേയമായിരുന്നു. അങ്ങനെ ചില പഠനങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അൻവറിന് ആ വോട്ടുകളൊക്കെ സ്വന്തം പോക്കറ്റിൽ നിലനിർത്താനാകുമോ എന്നുള്ളതാണ് ചോദ്യം. SDP-യുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് എങ്കിലും തീവ്ര നിലപാടുകളുള്ള വോട്ടുകളൊക്കെ പലപ്പോഴും അൻവറിന് കുറെയെങ്കിലും തൻ്റെ പോക്കറ്റിലാക്കാൻ കഴിയുമെന്നും ഏതാണ്ട് ഒരു 10,000 വോട്ടിന് അടുത്ത് വരെയൊക്കെ പോയേക്കാം എന്നുമുള്ള ചില നിഗമനങ്ങൾ, ചില പഠനങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും അൻവറിനെ കുറച്ചോട്ട് മൊബിലൈസ് ചെയ്ത് ഒരുപക്ഷെ BJP-യെ 3-ാം സ്ഥാനത്തേക്ക് തള്ളിവിടാൻ, 4-ാം സ്ഥാനത്തേക്ക് തള്ളിവിടാൻ കഴിഞ്ഞേക്കുമെന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഇതര രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവിടെ അൻവറും BJP-യും തമ്മിലാണ് അവസാനഘട്ടം മത്സരം നടക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് UDF-നെയും LDF-നെയും സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സ്, ഒന്ന്, ഭരണവിരുദ്ധ വികാരം തന്നെയാണ് LDF-ന് എതിരായി നിലകൊള്ളുന്ന ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, സ്വരാജ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കുറേയൊക്കെ സ്വീകാര്യതയുള്ള, അല്ലെങ്കിൽ ഷൗക്കത്തിനോളം ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്, സംശയമൊന്നും വേണ്ട.
എന്നാൽ ഭരണവിരുദ്ധ വികാരത്തെ മറികടന്നുകൊണ്ട് മുന്നോട്ട് വോട്ടുകൾ പിടിച്ചെടുക്കുവാനുള്ള ഒരു ശേഷി സ്വരാജിന് ഇല്ല എന്ന് മണ്ഡലത്തിൽ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്കിൽ നിന്ന്, ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ളത് UDF-ഉം മുസ്ലിം ലീഗും എണ്ണയിട്ട യന്ത്രം പോലെ ഒരുമയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, മണ്ഡലത്തിൽ പ്രചരണത്തിൽ ചുക്കാൻ പിടിച്ചത് മിക്കവാറും ചെറുപ്പക്കാരായ UDF-കാരാണ് എന്നുള്ളതാണ്. അത് ബൽറാം ഉൾപ്പെടെ, വിഷ്ണുനാഥ് ഉൾപ്പെടെ, അത് രാഹുൽ മാങ്കൂട്ടത്തിലായാലും, അത് വടകരയിൽ നിന്ന് മുമ്പ് വിജയിച്ച ഷവി പറമ്പിലായാലും, ഇവരെല്ലാം ചേർന്നുള്ള ശക്തരായ ഒരു നേതൃത്വ നിര, ഒരു യുവനിര അവിടെ എത്തുന്നു, പ്രചരണം നടത്തുന്നു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ഫാക്ടറാണ്. പോസിറ്റീവ് ഫാക്ടറാണെന്ന് ഞാൻ പറയാൻ കാരണം പല നാവുപിഴകളും ഒഴിവാക്കി കിട്ടുകയും അതുവഴി കോൺഗ്രസിന് ചില ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ LDF-നെ സംബന്ധിച്ചിടത്തോളം അവർ മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്തുള്ള പ്രവർത്തനമാണ്. കാരണം ഇത് തൻ്റെ ജീവൻ മരണ പോരാട്ടമാണ്. തനിക്കെതിരെ ശക്തമായി ആരോപണം ഉന്നയിച്ച അൻവറിനായാലും UDF-നായാലും മറുപടി കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. മാത്രമല്ല, 3ാം തവണയും അധികാരത്തിൽ എത്താം ഇതിലൂടെ എന്നവർ മോഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആശാ വർക്കേഴ്സ് നടത്തിയ സമരവും അതുപോലെ തന്നെ ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടുവാൻ താമസിക്കുന്നതുമൊക്കെ മണ്ഡലത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിലരിൽ നിന്ന് കിട്ടിയ പ്രചരണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഒരു ലിബറൽ ചിന്താഗതിയായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിലെ ജനതയും ഇത്തവണ വോട്ട് ആര്യാടന് നൽകും എന്നുള്ള കാര്യം, ഷൗക്കത്തിന് നൽകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള നിരീക്ഷണം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കെട്ടുറപ്പോടെയുള്ള ഐക്യതയോടുള്ള പ്രവർത്തനവും അവിടെ VD സതീശൻ എടുത്ത ഉറച്ച നിലപാടുമാണ്. ഇപ്പോൾ നിരന്തരം നിലപാടുകൾ മാറ്റിക്കൊണ്ടിരുന്ന അൻവറിന് അത് തന്നെ ഒരു പോരായ്മയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു ദിവസം ഒരു പാർട്ടി, അടുത്ത ദിവസം അടുത്ത പാർട്ടിയെ കുറിച്ച് പറയുന്നു, ഒരു ദിവസം താൻ മത്സരിക്കുമെന്ന് പറയുന്നു, അടുത്ത ദിവസം മത്സരിക്കാനില്ല എന്ന് പറയുന്നു, തൊട്ടടുത്ത ദിവസം നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നു. ഇങ്ങനെ നിരന്തരമായി നിലപാടുകൾ അദ്ദേഹം മാറ്റിയിരുന്നു എന്നുള്ളതാണ്. എങ്കിലും 2 തവണ ഒരു MLA ആയിരുന്നതിൻ്റെ മെച്ചം അദ്ദേഹത്തിന് മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് കുറച്ച് വോട്ടുകളായി മാറുകയും അത് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള മോഹന്റെ വോട്ടുകളെ കാര്യമായി സ്വാധീനിക്കാനുള്ള ചില സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല, BJP-യുടെ വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ നമ്മൾ നിരീക്ഷിച്ചാൽ കാണുന്ന ഒരു കാര്യം, BJP-ക്ക് അവിടെ വോട്ടുകൾ കുറയുകയും UDF-നും LDF-നും ഏതാണ്ട് 2% വോട്ടുകൾ വർദ്ധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതൊരു ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ തുടക്കത്തിൽ അവിടെ മത്സരത്തിലൊന്നും ഇല്ല എന്നുള്ള തരത്തിലൊരു ഒരു വാർത്ത പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് ഒരു നിലപാടുകളൊക്കെ പുറത്തേക്ക് വന്നത്. എന്തായാലും പിന്നീട് അതൊക്കെ മാറി പരമാവധി ന്യൂനപക്ഷ വോട്ടുകളെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുകയും കുറേ ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും നില മെച്ചപ്പെടുത്തുവാനുള്ള സാധ്യത വളരെ കുറവാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിൽ എന്നാണ് ഞാൻ കരുതുന്നത്. ഈ BJP-ക്ക് ഉണ്ടായിരുന്ന വോട്ടുകളിൽ നിന്ന് ചോർച്ച വന്നാൽ അത് സ്വാഭാവികമായും ഇപ്പോൾ അത് ഗുണം ചെയ്യാൻ സാധ്യത ആര്യാടൻ ഷൗക്കത്തിന് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം ഈ വോട്ടുകൾ പലതും ചെന്ന് നിൽക്കുന്നത് കാരണം കഴിഞ്ഞ തവണ ഇങ്ങനെ പോയ പല വോട്ടുകളും LDF-ന്റെ പെട്ടിയിലേക്കാണ് പോയത്. അത് അൻവർ വഴി പോയ വോട്ടുകളാണ്. പക്ഷേ ഇത്തവണ ആ വോട്ടുകൾ പലപ്പോഴും UDF-ൽ തന്നെ കേന്ദ്രീകൃതമാകും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പോയ തീവ്ര നിലപാടുകളുള്ള ചില വോട്ടുകൾ അത് അൻവറിന് സ്വായത്തമാക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതിൽ കുറേയൊക്കെ വോട്ടുകൾ അൻവറിൽ നിൽക്കും, അതുവഴി ഗുണം കിട്ടിയത് LDF-നായിരുന്നു. പക്ഷേ ഇത്തവണ അതുണ്ടാകില്ല എന്നുള്ളതാണ്. മാത്രമല്ല, സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി BJP-യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവർ വിമർശിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ എതിരായി കാണുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു BJP-യിൽ ഉള്ള അല്ലെങ്കിൽ അത് അവിശ്വാസത്തിലുള്ള ഒരാൾ മറിച്ച് മറ്റേതെങ്കിലും UDF-നോ LDF-നോ വോട്ട് കൊടുക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായും വോട്ട് നൽകുക ആര്യാടൻ ഷൗക്കത്തിനായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ BJP-യിൽ നിന്ന് ചോർന്നു പോകാൻ സാധ്യതയുള്ള വോട്ടുകൾ എത്തിച്ചേരുക UDF-ന്റെ പക്കലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഐക്യം, ഭരണവിരുദ്ധ തരംഗം, അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിനുണ്ടായിരുന്ന സ്വാധീനം, ഈ അൻവർ പിടിച്ചു മാറ്റുന്ന വോട്ടുകൾ, ഇതെല്ലാം ഒടുവിൽ ഗുണമായി തീരുന്നത് UDF-നായിരിക്കും, ആര്യാടൻ ഷൗക്കത്തിനായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുടെ മികവിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഷൗക്കത്തും അതുപോലെ തന്നെ സ്വരാജും ഒപ്പത്തിനൊപ്പമാണ്. വലിയൊരു മേൽക്കൈ ഇക്കാര്യത്തിൽ നേടുവാൻ ഒരുപക്ഷെ സ്വരാജിനായിട്ടില്ല. അദ്ദേഹം അവസാനം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി കൂടിയാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്.
ഒപ്പം തന്നെ ശക്തമായ യുവ നേതൃത്വ നിര കോൺഗ്രസിന് അവരെ ക്യാമ്പ് ചെയ്ത് ജീവൻ മരണ പോരാട്ടത്തോടെ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ്. പ്രചരണത്തിൽ ആരും പിന്നിലല്ല, പക്ഷേ പ്രചരണ വിഷയങ്ങൾ ഒരുപക്ഷെ നമ്മളേറെ വേദനിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ്. അവസാന ലാപ്പിലാണ് അല്പമെങ്കിലും ഒരു വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നത് എന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നുള്ള പ്രചരണം, അതും ഒരു യങ്സ്റ്റർ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. വളരെ യങ്ങായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി പ്രചരണം നടത്തുന്നു, യങ്ങായിട്ടുള്ള മറ്റുള്ള പലരും അവരുടെ പ്രചരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നു. ഇതൊക്കെ UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് മാറുന്ന ഘടകങ്ങളാണ് മണ്ഡലത്തിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ചുരുക്കത്തിൽ ഈ മണ്ഡലത്തിന്റെ ജയപരാജയങ്ങളെ, നിലമ്പൂരിന്റെ ജയപരാജയങ്ങളെ നമ്മൾ വിലയിരുത്തിയാൽ ആര്യാടൻ ഷൗക്കത്ത് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിരീക്ഷണം. ഒരുപക്ഷെ BJP-യെ പിന്നിലാക്കി 3-ാം സ്ഥാനത്തേക്ക് അൻവർ വരുന്നതിനും 2-ാം സ്ഥാനത്ത് LDF എത്തിച്ചേരുന്നതിനുമാണ് സാധ്യത എന്നാണ് ഇപ്പോൾ വിലയിരുത്താൻ കഴിയുന്നത്. ഒരുപക്ഷെ അൻവറും BJP-യും തമ്മിലുള്ള അവസാന ലാപ്പുകൾ, അല്ലെങ്കിൽ അവർ തമ്മിലായിരിക്കും അവസാനം ആര് 3-ാം സ്ഥാനത്താകുമോ 4-ാം സ്ഥാനത്താകുമോ എന്നുള്ള തരത്തിലേക്ക് പോകാനുള്ള സാധ്യത. ഒരു 10,000-10,000 വോട്ട് അൻവർ പിടിച്ചേക്കാം. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പിടിക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. അഥവാ പിടിച്ചാൽ തന്നെയും അത് കുറേയൊക്കെ LDF-ന്റെ പക്കൽ നിന്ന് ചോർന്നു പോകാനുള്ള വോട്ടുകളായി മാറാനുമുള്ള സാധ്യതയുണ്ട്. സ്വരാജ് പലപ്പോഴും മണ്ഡലത്തിൽ കുറച്ചു പേർക്കെങ്കിലും സ്വീകാര്യനല്ല. അതേസമയം ഒരു ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു മികവ് സ്വരാജിനുണ്ട്. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്നുള്ള ഒരു പരിഗണനയ്ക്കപ്പുറമായി ഒരു സ്വീകാര്യത അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണവിരുദ്ധ തരംഗത്തിന്റെ മെച്ചം കിട്ടും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ, പല ഉപതെരഞ്ഞെടുപ്പുകളിൽ, അത് കോട്ടയത്തായാലും മറ്റു പല ഭാഗത്തായാലും നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ പലപ്പോഴും അവിടെ ഘടകകക്ഷികൾ ശക്തമായി വിജയിച്ച് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മണ്ഡലം എങ്ങനെയും നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യം ഈ UDF-ൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് അവർക്കറിയാം, ഇതേതെങ്കിലും കാരണവശാൽ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ മുസ്ലിം ലീഗിന് കനത്ത വെല്ലുവിളി നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് VD സതീശനെ സംബന്ധിച്ചിടത്തോളവും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. UDF-ന് നിർണായകമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നോടി ഒന്നോണം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചു കയറുമെന്നുള്ള ചോദ്യത്തിന് ഈ നിഗമനങ്ങളൊക്കെ നമുക്ക് നൽകുന്ന സൂചന തീർച്ചയായും UDF-ന് അനുകൂലമാണ് എന്നുള്ളതാണ്. ഇതൊരു ശാസ്ത്രീയമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ലെങ്കിലും ശാസ്ത്രീയമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മണ്ഡലത്തിൽ പല ഭാഗത്തും നടത്തിയ സംവാദത്തിൽ നിന്നും ആളുകളിൽ നിന്നും അവരിൽ കണ്ട് സംസാരിച്ചതിൽ നിന്നൊക്കെ കിട്ടിയ ചില നിരീക്ഷണങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഈ മണ്ഡലത്തിൽ ഏറ്റവും നിർണായക ഘടകമാകാൻ പോകുന്നത് ഒന്ന് പിണറായി വിരുദ്ധ തരംഗമാണ്, അഥവാ ഭരണത്തിനെതിരായിട്ടുള്ള വികാരമാണ്. എന്നാൽ UDF-ന് ഏറ്റവും അനുകൂലമായ ഘടകമായി മാറാൻ പോകുന്നത് കെട്ടുറപ്പോടെയുള്ള അവരുടെ പ്രവർത്തനവും, അതായത് UDF-ഉം മുസ്ലിം ലീഗും ഒക്കെ ചേർന്നുള്ള കെട്ടുറപ്പോടെയുള്ള പ്രവർത്തനം. സതീശനെടുത്ത ശക്തമായ നിലപാട് കോൺഗ്രസിനൊരു പ്ലസ് പോയിന്റായി നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഈ UDF-ന് അനുകൂല ഘടകങ്ങളായിരിക്കെ LDF-ന് അനുകൂല ഘടകങ്ങൾ തുച്ഛമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്കാകപ്പാടെ പറയാൻ കഴിയുന്നത് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് തങ്ങൾ മത്സരിപ്പിക്കുന്നത് എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ലിറ്റ്മസ് ടെസ്റ്റിൽ, ഈ തെരഞ്ഞെടുപ്പിൽ, ഈ അവസാന ലാപ്പിൽ നടക്കുന്ന ഈ അംഗത്തിൽ, അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാന അംഗത്തട്ടിലെ ഈ കളരിയിൽ തീർച്ചയായും UDF വിജയിക്കുവാനുള്ള സാധ്യതകളാണ് ഈ നിരീക്ഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.